ഹലോ സ്റ്റുഡൻസ്, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സിൽ രണ്ട് തരം ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. NPN ട്രാൻസിസ്റ്റർ ഉണ്ട്, PNP ട്രാൻസിസ്റ്റർ ഉണ്ട്. NPN ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? NPN. ഓക്കെ, ഒരു N ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്, P ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്, മറ്റൊരു N ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടെർമിനലിനെ വിളിക്കുന്ന പേരാണ് എമിറ്റർ, ഈ ടെർമിനൽ ബേസ്, ഈ ടെർമിനൽ കളക്ടർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഈ എന്നും അപ്പുറം ഇപ്പുറം ഓരോ എന്നുകളുണ്ട്, എമിറ്ററും കളക്ടറും ആണ്, നടുക്ക് ബേസും ഉണ്ട്. അതാണ് NPN. കണ്ടോ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. N ടൈപ്പ് എമിറ്റർ റീജിയൻ ആണ്, P ടൈപ്പ് ബേസ് റീജിയൻ ആണ്, ഈ അടുത്ത N ടൈപ്പ് കളക്ടർ റീജിയൻ ആണ്. അപ്പോൾ ഇതിനകത്ത് എത്ര ജംഗ്ഷനുകൾ ഉണ്ട്? കണ്ടോ, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആദ്യത്തെ ജംഗ്ഷൻ എന്ത് വിളിക്കും? എമിറ്ററിന്റെ ബേസിന്റെ ഇടയിലുള്ള ജംഗ്ഷൻ അല്ലേ, അപ്പൊ നമ്മൾ എന്ത് വിളിക്കും? EB, എമിറ്റർ ബേസ് ജംഗ്ഷൻ. കണ്ടോ, EB എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് വിളിക്കും. ഇതിന്റെ ഇടയിലുള്ളതിന് എന്ത് വിളിക്കും? കളക്ടറിന്റെയും ബേസിന്റെ ഇടയിലായതുകൊണ്ട് CB, കളക്ടർ ബേസ് ജംഗ്ഷൻ എന്നും വിളിക്കും, CB ജംഗ്ഷൻ എന്നും വിളിക്കും. അപ്പോൾ ഇതാണ് ഒരു NPN ട്രാൻസിസ്റ്റർ. PNP എന്താണ്? നേരെ കോംപ്ലിമെന്റ് ആണ്. അതായത് N ഉണ്ടായിരുന്നിടത്തൊക്കെ P വരും, P ഉണ്ടായിരുന്നിടത്ത് N വരും. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. PNP ട്രാൻസിസ്റ്റർ എന്താണ്? P ടൈപ്പിലാണ് എമിറ്റർ റീജിയൻ ഉണ്ടാവുക, N ടൈപ്പിൽ ബേസ് റീജിയൻ, P ടൈപ്പിൽ അടുത്ത P ടൈപ്പിൽ കളക്ടർ റീജിയനും ഉണ്ടാവും. അപ്പോൾ എമിറ്റർ ഉണ്ട്, കളക്ടർ ഉണ്ട്, ബേസ് ഉണ്ട്, ഇടയിൽ ഒരു എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും ഉണ്ട്. എത്ര ജംഗ്ഷൻ ഉണ്ട്? 2 ജംഗ്ഷൻ ഉള്ള 3 ടെർമിനൽസ് ഉള്ള സെമി കണ്ടക്ടർ ഡിവൈസിനെയാണ് എന്ത് വിളിക്കുന്നത്? ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഇത് എന്ത് ടൈപ്പ് ട്രാൻസിസ്റ്റർ ആണ്? ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ഓക്കെ, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്നാണ് ഇതിനെ വിളിക്കുക. 2 തരം ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ നമ്മൾ പഠിച്ചു. എന്തൊക്കെ? NPN-ഉം PNP-യും. ഓക്കെ, ഇനി ഇതിന്റെ സിമ്പിൾ നോക്കാം. സിമ്പിൾസ് നോക്കൂ, ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. NPN ട്രാൻസിസ്റ്റർ സിമ്പിൾ എന്താണ്? കളക്ടർ ബേസ് എമിറ്റർ എന്ന് പറഞ്ഞിട്ട് എമിറ്ററിൽ നിന്ന് പുറത്തേക്ക് കറണ്ട് പോകുന്നത് പോലെ വരയ്ക്കുക. കറണ്ടിന്റെ ഡയറക്ഷനാണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ശരിക്കും കൺവെൻഷണൽ കറണ്ടിന്റെ ഡയറക്ഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. എമിറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകും. എമിറ്ററിൽ നിന്ന് എമിറ്റർ കറണ്ട് പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ കളക്ടർ കറണ്ടും ബേസ് കറണ്ടും എന്താ ചെയ്യാറിയോ? ബേസ് കറണ്ടും കളക്ടർ കറണ്ടും അകത്തേക്കാണ് വരിക. കാരണം എന്താ? നമ്മൾ പഠിച്ചു, എമിറ്റർ കറണ്ട് എന്ന് പറഞ്ഞാൽ ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട് ആണ്. അത് മറക്കരുത് കേട്ടോ. IE = IB + IC ആണ്. അത് ഇവിടെ ആയാലും PNP-യിലായാലും IE = IB + IC ആണ്. ഓക്കെ, ഇവിടെ പക്ഷേ എമിറ്റർ കറണ്ട് അകത്തേക്കാണ് വരുന്നത്. അപ്പോൾ ബേസിൽ നിന്നും കളക്ടറിൽ നിന്നും പുറത്തേക്കാണ് കറണ്ട് പോവുക. ഓക്കെ, IE = IB + IC, എമിറ്റർ കറണ്ട് = ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട്. ഈ ബേസ് കറണ്ട് വെരി സ്മോൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് IE-യും IC-യും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും, ചെറിയ ഈക്വൽ ആയിരിക്കും. എന്നാൽ IB വളരെ ചെറുതുമായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇവിടെ ആയാലും അതെ, IB വളരെ ചെറുതുമായിരിക്കും, IB സ്മോൾ ആയിരിക്കും, വെരി സ്മോൾ ആയിരിക്കും. IE ഓൾമോസ്റ്റ് ഈക്വൽ ടു IC ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. ഈ മൂന്നിൻ്റെയും അതിനു മുമ്പ് ഇത് മൂന്നിൻ്റെയും ഈ 3 റീജിയനുകളും സെയിം ആണോ? അതായത് നോക്കൂ, N ടൈപ്പ് ഉണ്ട്. നമ്മൾ പറഞ്ഞു NPN എമിറ്ററും കളക്ടറും N ടൈപ്പ് ആണ്. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഈ N-ന് പകരം ഈ N-ഉം ഈ N-ന് പകരം ഈ N-ഉം വെക്കാൻ പറ്റുമോ? പറ്റില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ? എമിറ്റർ ബേസ് കളക്ടർ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഡോപ്പിംഗ് ലെവലുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഡോപ്പിംഗ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന ലെവൽ തമ്മിൽ വ്യത്യാസമുണ്ട്, ഏരിയയും വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ എമിറ്റർ ബേസ് കളക്ടർ ഉണ്ട്. അപ്പോൾ എമിറ്ററിന് ഏറ്റവും കൂടുതൽ ഡോപ്പിംഗ് വേണം അല്ലേ? ഏറ്റവും കൂടുതൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവേണ്ട എമിറ്ററിലല്ലേ? കാരണം എന്താ? എമിറ്ററിൽ നിന്ന് വരുന്ന കറണ്ടാണ് ബേസിലേക്കും കളക്ടറിന്റെ ഒക്കെ കറണ്ടായിട്ട് മാറുന്നത് പിന്നീട്. ഓക്കെ, അപ്പൊ എമിറ്റർ കറണ്ട് ഏറ്റവും കൂടുതലായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചാർജ് കാരിയർ എമിറ്റ് ചെയ്യാൻ പോണത് എമിറ്റർ ആണ്. അതുകൊണ്ട് ഡോപ്പിംഗ് ലെവൽ ഇവിടെ വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, ഇനി
ബേസിൻ്റെ ഡോപ്പിംഗ് ലെവൽ വളരെ ലോ ആയിരിക്കും. അതേപോലെ അതിൻ്റെ ഏരിയയും വളരെ ലോ ആയിരിക്കും. ഓക്കെ, ലെസ് ഏരിയയെ ബേസിന് ഉണ്ടാവുള്ളൂ. ഇനി ഏരിയ വൈസ് നോക്കുമ്പോൾ നമ്മൾ ഈ എമിറ്ററിൽ നിന്ന് വരുന്ന, ഇപ്പോൾ NPN ആണെങ്കിൽ എമിറ്ററിൽ നിന്ന് വരുന്ന എന്തായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും അല്ലേ? N ടൈപ്പ് മെറ്റീരിയൽ ആണ്, അതുകൊണ്ട് ഇലക്ട്രോൺസ് കുറേ വന്നിട്ട് ഇവിടെ കളക്ടറിൽ വന്ന് എല്ലാം കൂടെ വരികയാണ് ചെയ്യുക. കളക്ടറിലേക്ക് ഒരുപാട് കറണ്ട് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ കളക്ടറിൽ നമ്മളൊരു സിങ്ക് ഒക്കെ വെച്ച് കൊടുക്കും, ചിലപ്പോൾ ഹീറ്റ് സിങ്ക് ഒക്കെ വെച്ച് കൊടുക്കേണ്ടി വരും. നല്ലോണം കറണ്ട് വരും, കറണ്ട് കുറേ വരും, കുറേ പവർ ഡിസിപ്പേഷൻ നടക്കുമ്പോൾ അവിടെ എന്ത് വേണം? കളക്ടർ വല്ലാണ്ട് ചൂടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഏരിയ വളരെ വലുതാക്കി വെക്കണം, വൈഡാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കളക്ടറിൻ്റെ ഏരിയ ഹയസ്റ്റ് ആയിരിക്കും. ലാർജസ്റ്റ് ഏരിയ എവിടെയാണ്? കളക്ടറിനാണ്. ലാർജസ്റ്റ് ഏരിയ കളക്ടറിനായിരിക്കും. എന്നാൽ എമിറ്ററിനോ ഒരു മീഡിയം ഏരിയ മതി. ഓക്കെ, ഏറ്റവും കുറവ് ഏരിയ ബേസിനായിരിക്കും. ഇനി കളക്ടറിന് ഇവിടെ ഡോപ്പിംഗ് ലെവൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഡോപ്പിംഗ് ലെവൽ എമിറ്ററിനാണ്. ലോവസ്റ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് എന്ന് പറയുന്നത് ബേസിനായിരിക്കും ഡോപ്പിംഗ് ലെവൽ. മീഡിയം ലെവലിൽ കളക്ടറിന് മതി. ഇനി നോക്കൂ, ഈ എമിറ്ററും കളക്ടറും ഇന്റർചേഞ്ചബിൾ ആണോ? അല്ല. കാരണം എന്താണ്? ഡോപ്പിംഗ് ലെവലും ഏരിയയും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ എമിറ്ററും കളക്ടറും ഇന്റർചേഞ്ചബിൾ അല്ല. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഈ മൂന്ന് ഒരു ട്രാൻസിസ്റ്ററിന്റെ 3 റീജിയൻസ് ആണ്: എമിറ്റർ റീജിയൻ, ബേസ് റീജിയൻ, കളക്ടർ റീജിയൻ എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ വൈസ് നോക്കുമ്പോൾ 3 റീജിയൻസ് ആണ് ഇത് മൂന്നും. അതിൽ എന്നുകളോ പികളോ ഒന്നും ഇന്റർചേഞ്ചബിൾ അല്ല. ഇത് ഇവിടുത്തെ പിയും ഇന്റർചേഞ്ചബിൾ അല്ല, ഇതേ കാരണങ്ങൾ കൊണ്ട് കേട്ടോ. PNPയുടെ രണ്ട് പിയും ഇന്റർചേഞ്ചബിൾ അല്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് 3 തരം മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട് ഇതിന്. ഓക്കെ, റീജിയൻ ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പം നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. ഈ 3 നമുക്ക് ആക്ച്വലി പഠിക്കാനുള്ളത്. ഇത് ഒരിക്കലും ഉപയോഗിക്കാത്തൊരു റീജിയൻ ആണ്. നമുക്ക് നോക്കാം. ഒരു ട്രാൻസിസ്റ്ററിന് 2 ജംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എമിറ്റർ ജംഗ്ഷൻ ഉണ്ട്, കളക്ടർ ജംഗ്ഷൻ ഉണ്ട്. കളക്ടർ ജംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എമിറ്റർ ജംഗ്ഷനും കളക്ടർ ജംഗ്ഷനും എന്തൊക്കെ തരത്തിൽ ബയാസ് ചെയ്യാം? ഒരു ജംഗ്ഷനെ ഫോർവേഡോ റിവേഴ്സോ ചെയ്യാം. അപ്പോൾ ഫോർവേഡോ റിവേഴ്സോ എമിറ്ററിനെയും കളക്ടറിനെയും ചെയ്യാമെങ്കിൽ അത് 4 തരത്തിൽ ചെയ്യാലോ. ഒന്നുകിൽ ഫോർവേഡ് റിവേഴ്സ്. ഓക്കെ, എമിറ്ററിനെ ഫോർവേഡ്, കളക്ടറിനെ റിവേഴ്സ്. അപ്പോൾ FR എന്ന് നമ്മൾ അതിനെ വിളിക്കും. അപ്പോൾ അല്ലെങ്കിൽ രണ്ടും ഫോർവേഡ്, അപ്പോൾ FF എന്ന് വിളിക്കും. 2 റിവേഴ്സ്, അതിനെ RR എന്ന് വിളിക്കും. ഒന്ന് റിവേഴ്സ്, ഒന്ന് ഫോർവേഡ്, അതിനെ RF എന്നും വിളിക്കും. അതങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. ഒരു ഇൻവേർട്ടഡ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് അത്. ഇനി റീജിയൻ ഓഫ് ഓപ്പറേഷൻ നോക്കൂ. ഫോർവേഡും റിവേഴ്സും ആയാൽ, അതായത് നമ്മളൊരു ഡയോഡ് എടുത്തു കഴിഞ്ഞാൽ, ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ, ഒരു NPN ട്രാൻസിസ്റ്റർ എടുത്താൽ, NPN ട്രാൻസിസ്റ്റർ എടുത്തു, എമിറ്റർ ഇവിടെ ഉണ്ട്, ബേസ് ഇവിടെ ഉണ്ട്, കളക്ടർ ഇവിടെ ഉണ്ട് കേട്ടോ. എമിറ്റർ ബേസിനെ എപ്പോഴും ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് എമിറ്റർ ബേസ് ആദ്യം ഇത് വരിക. ഓക്കെ, എമിറ്റർ ബേസിനെ ഫോർവേഡും ഇതിനെ റിവേഴ്സും ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ, കളക്ടർ ജംഗ്ഷന് റിവേഴ്സ് ബയാസും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കും? FR. ആവുമ്പോൾ എന്താണ്? അത് ആക്റ്റീവ് ആണെന്നാണ് പറയണത്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? Fഉം Rഉം ആണെങ്കിൽ ആക്റ്റീവ് ആവുന്നു. ഫാർ എന്ന് ഓർത്തു വെക്കുക, മറക്കാതിരിക്കുക. ഫാർ എന്ന് ഓർത്തു വെക്കുക. എങ്ങനെ? ആദ്യത്തെ ജംഗ്ഷൻ ഫോർവേഡും അവസാനത്തെ ജംഗ്ഷൻ റിവേഴ്സും ആവുമ്പോൾ ആക്റ്റീവ് ആണ്. ഫാർ. ഓക്കെ, മറക്കില്ലല്ലോ. ഫോർവേഡും റിവേഴ്സും ആവുമ്പോൾ ആക്റ്റീവ് ആണ്. ഫാർ ആണ്. ഓക്കെ, മറക്കരുത്. അപ്പോൾ ആക്റ്റീവ് റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ആംപ്ലിഫയേഴ്സിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആംപ്ലിഫയർ ആണ് ആപ്ലിക്കേഷൻ വരുന്നത് കേട്ടോ. ആപ്ലിക്കേഷൻസിൽ ഇത് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. അടുത്ത രണ്ടും ഫോർവേഡ് ആണ്. രണ്ടും ഫോർവേഡ് ആണെങ്കിൽ എന്താ പറ്റുക? ആ ട്രാൻസിസ്റ്റർ ഓൺ ആണ്. ഓക്കെ, ഓൺ ആണെന്ന് പറയും. ഇനി 2 റിവേഴ്സ് ആണ്, അപ്പോൾ അത് ഓഫ് ആണ്. ഓണിനെ നമ്മൾ സാച്ചുറേഷൻ എന്ന് വിളിക്കും കേട്ടോ. ഓഫിനെ കട്ട് ഓഫ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഓണോ ഓഫ് ഒക്കെ വരുന്നത് എന്തില്ല? സ്വിച്ച് ആപ്ലിക്കേഷനിലല്ലേ. അപ്പോൾ ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ആപ്ലിക്കേഷൻ എന്ത് വരുന്നത്? ഓണും ഓഫും വരുന്നത്. ആക്റ്റീവ് ആവുന്നത് ആംപ്ലിഫയറിലാണ്, ഫാർ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതൊക്കെ ഓരോ ചോദ്യങ്ങളാണ് കേട്ടോ. എങ്ങനെയാണ്? വാട്ട് ആർ ദ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ? ഒരു ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിനെ എങ്ങനെയൊക്കെ ബയാസ് ചെയ്യാം? ഏതൊക്കെ 3 തരത്തിൽ ബയാസ് ചെയ്യാം? ചിലപ്പോൾ 4 തരത്തിലെന്ന് ചോദിക്കും. പിന്നെ വാട്ട് ആർ ദ റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് BJT എന്നൊക്കെ ചോദിക്കാം. അതിനൊക്കെയുള്ള ഉത്തരമാണ് ഈ ഒരു ടേബിളും എക്സ്പ്ലനേഷനും. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് 3 തരം കോൺഫിഗറേഷൻ ഉണ്ട്. ആകെ 3 ടെർമിനൽ അല്ലേ ഉള്ളത് ഇവിടെ, അല്ലേ? എമിറ്റർ ഉണ്ട്, ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്, അല്ലേ? അപ്പോൾ ബേസ് ഇവിടെ ഉണ്ട് കേട്ടോ, എമിറ്റർ ഇവിടെ ഉണ്ട്, ഇത് കളക്ടറും ആണ്. അപ്പോൾ ബേസിന് കോമൺ ആയിട്ട് വെച്ചൂടെ? ബേസിന് കോമൺ ആയിട്ട് നടുക്ക് വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും എമിറ്ററും കളക്ടറും ആക്കി കഴിഞ്ഞിട്ട് ഒരു കോൺഫിഗറേഷൻ ഉണ്ട്. അല്ലെങ്കിൽ അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? കോമൺ ബേസ് അല്ലെങ്കിൽ ഗ്രൗണ്ടഡ് ബേസ് എന്ന് വിളിക്കും. ബേസ് നടുക്ക് ഗ്രൗണ്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും?
എമിറ്ററിന് ഇൻപുട്ടായിട്ടും കളക്ടറിന് ഔട്ട്പുട്ടായിട്ടും എടുത്തു. ഓക്കെ, അപ്പൊ ഈ ഭാഗം ഇൻപുട്ടാണ്, ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നു, ഇവിടെ ഔട്ട്പുട്ട് എടുക്കുന്നു. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കറണ്ട് ഗെയിൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കറണ്ട് ഗെയിനെ ആൽഫ എന്നാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. ആൽഫ എന്ന് പറയുന്ന കറണ്ട് ഗെയിൻ ആൽഫ എന്താണ്? ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ഔട്ട്പുട്ട് കറണ്ട് ബൈ ഐ എന്നാണ് ഞാൻ എഴുതുന്നത് കറണ്ടിന് കേട്ടോ. ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. അപ്പൊ അതെന്താണ്? ഔട്ട്പുട്ട് കറണ്ട് എത്രയാണ്? IC ആണ്. IC ഡിവൈഡഡ് ബൈ IE ആണ്. ഓക്കെ, അതാണ് ആൽഫ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഈ IC എന്ന് പറയുന്നത് എന്താ? അതായത് നമുക്കറിയാം IC ഡിവൈഡഡ് ബൈ IE എന്ന് പറഞ്ഞാൽ എന്താ? IC പ്ലസ് IB ആണ് കേട്ടോ. അപ്പൊ IB എന്ന് പറയുന്ന ഒരു ചെറിയ കറണ്ട് കൂടെ ICയുടെ കൂടെ കൂടുമ്പോഴാണ് IE ഉണ്ടാവുന്നത്. അപ്പോൾ IEക്ക് പകരം ഞാൻ എന്ത് എഴുതി? IC പ്ലസ് IB എന്ന് എഴുതി. അപ്പൊ IC ബൈ IEനെ IC ഡിവൈഡഡ് ബൈ IC പ്ലസ് IB എന്ന് എഴുതി. അതായത് ചെറിയ വാല്യൂ ഡിവൈഡഡ് ബൈ വലിയ വാല്യൂ എന്ന് വെച്ചാൽ അതെന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, അത് ലെസ് ദാൻ 1 ആണ്, ഓർത്തു വെക്കുക. ലെസ് ദാൻ 1 ആയിരിക്കും ഈ ഗെയിൻ ആൽഫ എന്ന് പറയുന്നത്. കറണ്ട് ഗെയിൻ ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, കാരണം IB വളരെ ചെറുതല്ലേ, അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. നമുക്ക് അതുകൊണ്ട് തന്നെ ഇൻപുട്ട് കറണ്ട് എന്ത് കൊടുക്കുന്നു? ഓൾമോസ്റ്റ് അത്ര തന്നെ ഔട്ട്പുട്ട് കറണ്ട് വരും. നമ്മൾ അതുകൊണ്ട് ഇതിനെ കറണ്ട് ബഫർ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, കറണ്ട് ബഫർ. എന്താ കറണ്ട് ബഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് കറണ്ട് കൊടുക്കുന്നത് തന്നെ ഔട്ട്പുട്ടിലേക്ക് വരുന്നതിനാണ് കറണ്ട് ബഫർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കറണ്ട് ബഫർ ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ, കോമൺ ബേസ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ബേസിൽ. അപ്പൊ കോമൺ ബേസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് എമിറ്റർ എടുത്തൂടെ? എമിറ്റർ എടുത്തിരിക്കുന്നു, കോമൺ എമിറ്റർ അല്ലെങ്കിൽ ഗ്രൗണ്ടഡ് എമിറ്റർ കണക്ഷൻ. അങ്ങനത്തെ കോൺഫിഗറേഷൻ വരുമ്പോൾ 3 കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ. കോമൺ ബേസ് നോക്കി, കോമൺ എമിറ്റർ നോക്കൂ. കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ എമിറ്റർ ആണ് കോമൺ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇൻപുട്ട് എന്താണ്? ബേസ് ആണ്. ഔട്ട്പുട്ട് എന്താണ്? കളക്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന കറണ്ട് ഗെയിനിന്റെ ഫോർമുല എന്താ അറിയോ? കറണ്ട് ഗെയിനിന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ബീറ്റയാണ്. ഓക്കെ, കറണ്ട് ഗെയിൻ ഇസ് ബീറ്റ ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു IC ഡിവൈഡഡ് ബൈ IB. IC ബൈ IB പറഞ്ഞത് IC വലിയ വാല്യൂ ആണ്, IB ചെറിയ വാല്യൂ ആണ്. അപ്പോൾ ഇറ്റ് ഇസ് ഓഫ് കോഴ്സ് ഗ്രേറ്റർ ദാൻ 1. ബീറ്റ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, അതൊന്നും ഓർത്തു വെക്കുക. കറണ്ട് ഗെയിൻ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി അടുത്തത് കോമൺ കളക്ടർ എടുത്തു എന്ന് വെച്ചോ. കോമൺ കളക്ടറിൽ എങ്ങനെയാണ് വരിക? കോമൺ ആയിട്ട് വരുന്നത് കളക്ടറാണ്. ഇൻപുട്ട് ബേസിൽ കൊടുക്കുന്നു, ഔട്ട്പുട്ട് എമിറ്ററിലൂടെ എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കറണ്ട് ഗെയിൻ നമ്മൾ വിളിക്കുന്ന പേര് ഗാമ എന്നാണ് കേട്ടോ. ഗാമ എന്ന് പറയുന്നത് IE ഡിവൈഡഡ് ബൈ IB ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഏറ്റവും കൂടുതൽ കറണ്ട് ഗെയിൻ ഉള്ളത് കോമൺ കളക്ടറിനാണ്. ഓക്കെ, കോമൺ കളക്ടറിനാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ഗെയിൻ ഉള്ളത്. പക്ഷേ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുക, നമ്മൾ ഒരിക്കലും ആംപ്ലിഫയർ ആയിട്ട് കോമൺ കളക്ടർ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഓക്കെ, ആംപ്ലിഫയർ ആയിട്ട് എപ്പോഴും ഉപയോഗിക്കാറുള്ളത് കോമൺ എമിറ്റർ ആണ് മിക്കപ്പോഴും നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. അതിന്റെ റീസൺ അടുത്ത കമ്പാരിസൺ ഇതിൽ കാണാം. അതായത് 3 തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകും. അപ്പോൾ കോമൺ ബേസിന്റെ കറണ്ട് ഗെയിൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു? ലെസ് ദാൻ യൂണിറ്റി ആണ്. ആൽഫ ഇസ് ലെസ് ദാൻ 1. കോമൺ എമിറ്റർ ആണെങ്കിലോ ബീറ്റ കുറച്ചൊരു ഹൈ ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. ഹയസ്റ്റ് വാല്യൂ എന്താണ്? ഗാമയാണ്. ഗാമ ആക്ച്വലി ബീറ്റ പ്ലസ് 1 ആണ് കേട്ടോ. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ റിലേഷൻഷിപ്പും ആക്ച്വലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ പറ്റുന്ന പോലെ പഠിച്ചെടുക്കുക. അത് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്തു തരാം, അടുത്ത വീഡിയോ ചെയ്തു തരാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ആൽഫ ബീറ്റ ഗാമ അതിൽ ഹയസ്റ്റ് വാല്യൂ ഗാമയാണ്, കോമൺ കളക്ടർ ആണ്. അതേപോലെ തന്നെ ലോവസ്റ്റ് വാല്യൂ എന്താണ്? ലെസ് ദാൻ യൂണിറ്റി ആൽഫയാണ് കേട്ടോ. ഇനി അടുത്തത് വോൾട്ടേജ് ഗെയിൻ നേരെ തിരിച്ചാണെന്ന് പഠിക്കുക. ലെസ് ദാൻ യൂണിറ്റി വരുന്നത് കോമൺ കളക്ടറിനാണ് ലെസ് ദാൻ യൂണിറ്റി ആവുക. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ ലെസ് ദാൻ യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് ഓൾമോസ്റ്റ് ഈക്വൽ ടു യൂണിറ്റി ആയിരിക്കും. അതായത് ഇൻപുട്ട് വോൾട്ടേജ് ഈക്വൽ ടു ഓൾമോസ്റ്റ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് വരും കേട്ടോ ഇവിടെ. അതുകൊണ്ട് നമ്മൾ ഇതിനെ വോൾട്ടേജ് ബഫർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, വോൾട്ടേജ് ബഫർ ആയിട്ട്
ഉപയോഗിക്കാറുണ്ട് വോൾട്ടേജ് ബഫർ. നമ്മൾ പഠിച്ചു കോമൺ ബേസ് കറണ്ട് ബഫറായിട്ട് ഉപയോഗിക്കാറുണ്ടെന്ന് പഠിച്ചു. അതേപോലെ കാരണം എന്താ, കറണ്ട് ഗെയിൻ ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 ആയതുകൊണ്ട്, വോൾട്ടേജ് ഗെയിൻ ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് കോമൺ കളക്ടറിനെ വോൾട്ടേജ് ബഫറായിട്ടും ഉപയോഗിക്കാം. ഓക്കെ, ഹയസ്റ്റ് വോൾട്ടേജ് ഗെയിൻ ആർക്കാണെന്നറിയോ? കോമൺ ബേസിനാണ്. നമ്മുടെ കോമൺ എമിറ്ററിനാണ് ഒരുവിധം ഹൈ തന്നെയാണ് കറണ്ട് ഗെയിനും വോൾട്ടേജ് ഗെയിനും. അതുകൊണ്ട് തന്നെ കറണ്ടും വോൾട്ടേജ് ഗെയിനും ഹൈ ആയതുകൊണ്ട് തന്നെ പവർ ഗെയിനും വളരെ കൂടുതലാണ് കോമൺ എമിറ്ററിന് കേട്ടോ. പവർ എന്താണ്? V ഇൻറ്റു ഐ അല്ലേ. അപ്പോൾ വോൾട്ടേജ് ഗെയിനും ഉണ്ട് കറണ്ട് ഗെയിനും ഉണ്ടെങ്കിൽ പവറിനും നല്ല ഗെയിൻ ഉണ്ടായില്ലേ, പവർ ഗെയിനും കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല ആംപ്ലിഫിക്കേഷൻ സർക്യൂട്ടുകളിലൊക്കെ നമ്മൾ കോമൺ എമിറ്റർ ആണ് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. കോമൺ എമിറ്റർ ഇസ് യൂഷ്വലി യൂസ്ഡ് ആസ് ആൻ ആംപ്ലിഫയർ. ഓക്കെ, ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ ബേസിന് ലോ ആണ്, ഇതൊന്ന് പഠിച്ചു വെക്കുക. വേറെ ഒന്നും വേണ്ട, ബാക്കി 6 കോളം നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. എങ്ങനെയാണെന്നറിയോ? ഇൻപുട്ട് റെസിസ്റ്റൻസ് കോമൺ ബേസിന് ലോ ആണെന്ന് പഠിക്കുക. അപ്പം നേരെ തിരിച്ചാണ് കോമൺ കളക്ടറിന് വരാൻ പോണോ, ഹൈ ആയിരിക്കും കേട്ടോ. കോമൺ എമിറ്ററിന് രണ്ടും മീഡിയം ലെവലിലാണ്. അപ്പോൾ കോമൺ ബേസിന് ലോ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്, കോമൺ കളക്ടറിന് ഹൈ ആണ്. അപ്പോൾ ഔട്ട്പുട്ടോ നേരെ തിരിച്ച്, ഇവിടെ ലോ ആണെങ്കിൽ ഇവിടെ ഹൈ, ഇവിടെ ഹൈ ആണെങ്കിൽ ഇവിടെ ലോ. ഇപ്പൊ കിട്ടിയില്ലേ? ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അടുത്തത് നമുക്ക് പഠിക്കാം, അടുത്തത് ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാ വരിക എന്ന് അറിയോ? ഇവിടെ കോമൺ ബേസ് ഹൈ ഫ്രീക്വൻസി സർക്യൂട്ടുകളിലാണ് നമ്മൾ ഉപയോഗിക്കുക. കോമൺ എമിറ്റർ ഓഡിയോ ഫ്രീക്വൻസി സർക്യൂട്ടുകളിൽ ആംപ്ലിഫയേഴ്സ് ആയിട്ടും ഉപയോഗിക്കും. ഇനി കോമൺ കളക്ടർ ആണെങ്കിലോ ഇംപിഡൻസ് മാച്ചിങ് അല്ലെങ്കിൽ വോൾട്ടേജ് ബഫർ സർക്യൂട്ടുകളായിട്ട് ഉപയോഗിക്കും. ഓക്കെ, ഇത്രയാണ് മൂന്നെണ്ണത്തിൻ്റെയും കമ്പാരിസൺ വരുന്നത്. മൂന്നും അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞ പോലെ കറണ്ട് ഗെയിന് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ഇൻപുട്ട് റെസിസ്റ്റൻസിൻ്റെ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഈ 2 കോളും നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ആപ്ലിക്കേഷൻസും പഠിച്ചു വെക്കുക. അടുത്തത് CE കോൺഫിഗറേഷൻ്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ CE കോൺഫിഗറേഷന് നമുക്കറിയാം ഇവിടെ എങ്ങനെയാണ് വരുന്നത്. ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്? ഇൻപുട്ട് ബേസ് ആണ് അല്ലേ, ബേസ് കറണ്ടാണ്, ബേസിൽ കൂടെ പോകുന്ന കറണ്ടാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇവിടെ എമിറ്റർ ഉണ്ട്, ഇവിടെ കളക്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസും എമിറ്ററിന്റെ ഇടയിൽ ഒരു വോൾട്ടേജ് കൊടുക്കുന്നുണ്ടാവുമല്ലോ. ആ ബേസ് എമിറ്റർ വോൾട്ടേജ് കൊടുക്കുമ്പോൾ കറണ്ട് എങ്ങനെ മാറുന്നു? ഓക്കെ, അപ്പോൾ ബേസ് എമിറ്റർ വോൾട്ടേജ് കൊടുക്കുമ്പോൾ കറണ്ട് എങ്ങനെ മാറുന്നു? അപ്പോൾ എന്തൊക്കെയാണ്? VBE ഉണ്ട് ഇവിടെ വേഴ്സസ് IB ആയിരിക്കും. ഇനി ആ IB എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ചെറിയൊരു കറണ്ട് ഉണ്ടാവുള്ളൂ, മൈക്രോ ആംപിയർ റേഞ്ചിലുള്ള കറണ്ടേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ IBയും VBയും നോക്കുമ്പോൾ VCE കോൺസ്റ്റന്റ് ആക്കി വെക്കുക കേട്ടോ. നമ്മൾ VCE ഇതിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ ആക്ച്വലി അതൊരു ഡയോഡിനെ പോലെയാണ് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിരുന്നാൽ മതി നിങ്ങൾ. എന്നിട്ട് ആ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻപുട്ട് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം വരച്ചു വെക്കുക. അതാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് CE കോൺഫിഗറേഷൻ. ഇനി ഔട്ട്പുട്ട് ക്യാര എങ്ങനെ വരും? ഔട്ട്പുട്ട് ക്യാരയിൽ 3 റീജിയൻസും വരും. അതായത് എന്തൊക്കെയാണ് നമ്മൾ 3 റീജിയൻസ് പഠിച്ചത്? കട്ട് ഓഫ് പഠിച്ചു, ആക്റ്റീവ് റീജിയൻ പഠിച്ചു, സാച്ചുറേഷൻ റീജിയൻ പഠിച്ചു അല്ലേ. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 റിവേഴ്സ് ബയസിലേക്ക് പോകുമ്പോഴാണ് കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓഫാണ്, അതായത് IB ഈക്വൽ ടു 0 ആണ്, അതിൻ്റെ താഴെയുള്ള റീജിയനാണ് ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വളരെ ചെറിയൊരു കറണ്ടേ അവിടെ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ അതും മൈനോറിറ്റി കാരിയേഴ്സ് കാരണമുള്ള ഒരു ചെറിയ കറണ്ട് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. IC കറണ്ട് ഒരു ചെറിയ കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ലീക്കേജ് കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓഫാണ്. ഓക്കെ, ആക്ച്വലി അത് ഓഫ് പോലത്തെ ഒരു കണ്ടീഷനാണ്. അതേപോലെ സാച്ചുറേഷൻ റീജിയൻ ആണെങ്കിലോ 2 ജംഗ്ഷനുകളും ഓൺ ആയിട്ടുള്ള കണ്ടീഷനാണ്. 2 ജംഗ്ഷനും ഫോർവേഡ് ബയസ് ആയിട്ടുള്ള കണ്ടീഷനാണ് സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഇനി ആക്റ്റീവ് റീജിയൻ ആണെങ്കിലോ, അപ്പോൾ ഈ ഓണും ഓഫും ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ പറഞ്ഞത് സ്വിച്ച് ആയിട്ട് ട്രാൻസിസ്റ്റർ ആക്ട് ചെയ്യുന്നത്. ആക്റ്റീവ് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് റീജിയനിലാണ് നമ്മുടെ ഇൻപുട്ട് ജംഗ്ഷൻ ഫോർവേഡ് ബയസും ഔട്ട്പുട്ട് ജംഗ്ഷൻ റിവേഴ്സ് ബയസും ആവുന്നത്. ആക്റ്റീവ് റീജിയനിലാണ് FAR എന്ന് പറഞ്ഞ് പഠിക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ പരീക്ഷയുടെ തലേദിവസം ഒന്ന് നോക്കിയിട്ട് പോകണം. ഇത്രയും കാര്യങ്ങളെങ്കിലും പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ എഴുതാൻ കിട്ടും മൊഡ്യൂൾ 2ൻ്റെ. ഇനി ഡെറിവേഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ താങ്ക് യു.